അലർജിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചില ആളുകൾ എന്നോട് ചോദിക്കേണ്ടായി എങ്ങനെയാണ് അലർജന്റിനെ കണ്ടെത്തിയത് എന്നുള്ളത്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പറയാൻ ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് അവേ ഫ്രം അലർജന്റ്. പക്ഷെ ഈ അലർജന്റ് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അത് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ കൂടി ഒന്ന് നിങ്ങളെ വാച്ച് ചെയ്യൂ എന്നുള്ളത്. അങ്ങനെ കുറേ നാളുകൾക്ക്, അതായത് കുറേ നാൾ ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞാനൊരു പെന്നും പേപ്പറും എടുത്ത് എഴുതാൻ തുടങ്ങി. രാവിലെ മുതൽ ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണവും അതിലെന്താണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വള്ളി പുള്ളി വിടാതെ എഴുതാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ദിവസത്തിന്റെ ഒരു ഫീഡ്ബാക്ക്, എൻ്റെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, എന്തൊക്കെയാണ് അന്നുണ്ടായ പ്രശ്നങ്ങളെന്ന് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു രണ്ടാമത്തെ ഡയറി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എത്തിയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ആരാണ് വില്ലൻ എന്നുള്ളത്. കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. കാരണം അതുള്ള സാധനങ്ങളെ മാറ്റി നിർത്താം. അതടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ പാക്കറ്റ് ഫുഡ് മേടിക്കുമ്പോൾ നമ്മളത് നോക്കാം, നമ്മളത് ഒഴിവാക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അലർജിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പലതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് തരുന്ന ഒരു പ്രഷർ വളരെ വലുതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് അലർജിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യാം. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ ഒന്ന് പഠിക്കുക. അതിനോളം പഠിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. നമ്മൾ തന്നെ സമയം മെനക്കെട്ട് ഇരുന്ന് ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണം എഴുതി വെച്ച് അന്നത്തെ ദിവസത്തെ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വില്ലനെ കണ്ടുപിടിക്കാം. ലൈഫിനെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.